എറണാകുളം തൃക്കാക്കരയിൽ മാലിന്യ നീക്കം നിലച്ചു. ഒരു മാസത്തിലേറെയായി തൃക്കാക്കരയിൽ നിന്ന് ജൈവ മാലിന്യം കരാറുകാരൻ കൊണ്ടുപോകുന്നില്ലെന്ന ആരോപണം. പ്രതിഷേധവുമായി ഹരിതകർമ്മ സേനാംഗങ്ങളും. നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷ ബഹളം. ഒരു മാസത്തിലേറെയായി തൃക്കാക്കര നഗരസഭയിൽ ജൈവ മാലിന്യ പ്രശ്നം തുടരുന്നു. കഴിഞ്ഞ ദിവസം മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധവുമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ മുന്നിലെത്തിയിരുന്നു. ഞങ്ങൾക്കിപ്പോൾ നിലവിലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് മുന്നേ തുടങ്ങി ഇവിടെ വേസ്റ്റ് കൃത്യമായിട്ട് കയറി പോകുന്നില്ല. വണ്ടിയാണെങ്കിൽ നിരജോന് വരണമില്ല. കുറച്ച് എടുത്തിട്ട് പോകും, കുറച്ച് അവിടെ കിടക്കും. ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ഉള്ള ഭരണാധികാരികളുടെ അടുത്ത് എല്ലാം പറഞ്ഞതാണ്, നമുക്ക് അത് കൃത്യമായിട്ട് മാറ്റിത്തരാമെന്ന് പറയും. മാറ്റിത്തരില്ല. പക്ഷെ നമ്മൾക്ക് വീട്ടുകാരുടെ അടുത്തൊരു ഇതുണ്ടല്ലോ. തൃക്കാക്കരയിലെ പല വീടുകളിലും ജൈവ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഹരിതകർമ്മസേന മാലിന്യമെടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നതിനാൽ പലരും മാലിന്യങ്ങൾ വഴിയരികിലും ഉപേക്ഷിക്കുന്നു. തൃക്കാക്കരയിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ നഗരസഭയ്ക്ക് സമീപത്തെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. മാലിന്യം നീക്കാത്തതിനാൽ രൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്ത്. വിഷയം ചൂണ്ടിക്കാട്ടി ഇന്ന് നടന്ന നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. 2 ആഴ്ചയായിട്ട് ഇവിടെ നിന്ന് മാലിന്യ നീക്കം ഇല്ല. ആ നീക്കമില്ലാത്തതിന്റെ കാരണം ഇവിടെ ഒരു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയാളുടെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ടിട്ടാണ്. കൃത്യമായ കോൺട്രാക്ടർമാരെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ കൃത്യമായ എല്ലാ ദിവസവും തന്നെ ഈ മാലിന്യം നീക്കാൻ നിർത്താൻ വലിയ വൻ ഭൂലോക തോൽവിയാണ് ഈ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. നഗരസഭയുടെ കോമ്പൗണ്ടിൽ മണ്ണുമാന്തി പ്ലാസ്റ്റിക് മാലിന്യമടക്കം അധികൃതർ കുഴിച്ചുമൂടിയത് വിവാദമായിരുന്നു. പ്രദേശത്തെത്തുന്നവർക്ക് മൂക്കുപൊത്താതെ നടക്കാനാവാത്ത അവസ്ഥയാണ്. എത്രയും വേഗം മാലിന്യ നീക്കത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.